നമസ്കാരം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മെയ് മാസത്തിൽ പൊതുവെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അനുകൂലമായി തീരും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. സാമ്പത്തികമായുള്ള അനിശ്ചിതാവസ്ഥകൾ പരിഹരിക്കുന്നത് വഴി കൂടുതൽ പണം മുതൽ മുടക്കിയുള്ള പ്രവർത്തന മണ്ഡലങ്ങൾക്ക് തുടക്കം കുറിക്കുവാനോ അവസരം വന്നു ചേരുവാനോ ആയതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനോ യോഗം കാണുന്നുണ്ട്. പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. പുണ്യതീർത്ഥ ഉല്ലാസയാത്രകൾ മംഗളകരമായി തീർക്കുവാൻ സാധിക്കും. അന്യദേശത്ത് വസിക്കുന്ന പുത്രപൗത്രാദികൾ വന്നു ചേരുന്നത് വഴി ആശ്വാസകരമായ അന്തരീക്ഷം സംജാതമാകും. ജീവിത നിലവാരം വർദ്ധിക്കുന്നത് വഴി നിലവിലുള്ളതിന് പുറമെ മറ്റൊരു ഗൃഹം വാങ്ങുവാൻ, പണി ചെയ്തു വരുന്ന ഗൃഹം വാങ്ങുവാൻ പ്രാഥമിക സംഖ്യ കൊടുത്ത് കരാർ എഴുതുവാനുള്ള യോഗം കാണുന്നുണ്ട്. ഗുണകരമാകുമെന്ന് തോന്നുന്ന പല പ്രവർത്തനങ്ങൾക്കും ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാൻ സാധിക്കും. ആധ്യാത്മിക ചിന്തകൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. കടം കൊടുത്ത സംഖ്യ തിരിച്ച് തവണകളായി ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ സ്വീകരിക്കുന്നത് ഗുണകരമായി തീരും. ഒരുപക്ഷെ മറ്റു ചിലർക്ക് പണം കടം കൊടുത്തതിൻ്റെ പകരമായിട്ട് ഭൂമി വന്നു ചേരുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കും. അദൃശ്യമായിട്ടുള്ള ഈശ്വര സാന്നിധ്യത്താൽ ആശ്ചര്യം അനുഭവപ്പെടും. യുക്തിപൂർവ്വം ചിന്തിക്കുന്ന പ്രവർത്തനങ്ങളിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. കുടുംബാംഗങ്ങളുടെ കാര്യങ്ങൾ വേണ്ട വിധത്തിൽ നിവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. ദമ്പതികളൊക്കെ ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ഉണ്ടാകുവാനോ തൊഴിൽ ക്രമീകരിക്കുവാനോ ഉള്ള അവസരം ഉണ്ടായിത്തീരും. ഏതൊരു കാര്യവും വളരെ സസൂക്ഷ്മം ചെയ്തു തീർക്കുവാനുള്ള അവസരം വേണ്ട വിധത്തിൽ വിനിയോഗിക്കുവാനും മനസ്സമാധാനത്തോടു കൂടിയതായിട്ടുള്ള കുടുംബജീവിതം നയിക്കുവാനുള്ള സാഹചര്യങ്ങൾ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ മെയ് മാസത്തിൽ വന്നു ചേരുവാനുള്ള യോഗമുണ്ട്. നമസ്കാരം.